കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്നോട്. ജാസ്മിൻ ജാഫറിന്റെ എക്സ് ഹസ്ബൻഡായ മുന്നൊക്കെ ഇപ്പോൾ ഇതുപോലുള്ള ന്യൂസുകൾ അടിച്ചിറക്കുന്നതിന് മുന്നേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം അടിച്ചിറക്കാനായിട്ട്. എക്സ് ഹസ്ബൻഡ് ആണെന്നും മാടയാണെന്നും തേങ്ങയാണെന്നും അല്ല. ജാസ്മിൻ ജാഫറും ഗബ്രിയലും തമ്മിൽ പ്രണയം എന്നും പറഞ്ഞിട്ട് ഇപ്പം കുറെ കോംബോ ഒക്കെ അടിച്ചിറക്കുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറയാം. 4 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് പ്രണയം തോന്നുന്നതും പിന്നെ അതിന് മുമ്പോട്ട് കോംബോ അടിച്ചിറക്കുന്നതും? ഷോ തുടങ്ങി ഒരു 6 ദിവസം കൊണ്ടായതേ ഉള്ളൂ. അതിന് മുമ്പോട്ട് സംഭവം കഥയൊക്കെ അങ്ങ് അടിച്ചങ്ങ് ഇറക്കി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. എനിക്ക് പേഴ്സണലി ജാസ്മിൻ എനിക്കറിയാം. ജാസ്മിൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ആ ഒരു ജാസ്മിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ പറയാം, പുള്ളിക്കാരത്തേക്ക് കൂടുതലായിട്ടുള്ളത് ബോയ് ഫ്രണ്ട്സ് ആണ്. കാര്യം കൊച്ചുനാൾ പഠിക്കുന്ന സമയം തൊട്ടേ ഉള്ളത് ആളുകളായിട്ടുള്ള കൂട്ടുകാരന്മാരാണുള്ളത്. പെൺപിള്ളേരായിട്ടുള്ള കൂട്ടുകാരികൾ ഭയങ്കര കുറവാണ്. അതിനകത്തുള്ളത് 1-2 പേരെ കണ്ടടിപ്പിച്ചാണ്ടേ ഉള്ളൂ എൻ്റെ ഒരു അറിവിൽ. എനിവേ ഇപ്പം കോംബോയും കാര്യങ്ങളൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഇന്നലെ ഒരു പ്രൊമോ ഒക്കെ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാർ അത് കാണുമ്പോഴത്തേക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇനി ശരിക്കും ഇവരിനി ലവ് ട്രാക്ക് ആണോ എന്നൊക്കെയുള്ള രീതിയിലാണ്. നമുക്കറിയാം, ഇത്രയും സീസണുകൾ കണ്ടിട്ടുള്ളവർക്ക് ഈ ലവ് ട്രാക്ക് ഒക്കെ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇവരിനിയിപ്പോൾ ചെന്ന് കയറിയുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് ജാസ്മിന്റെ ഗെയിമിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം അവിടെ ലേഡീസ് വെച്ച് നോക്കുമ്പോൾ ലേഡീസിലെ ഏറ്റവും ഫയർ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ജാസ്മിനാണ്. ഏറ്റവും കൂടുതലായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് അംഗീകരിച്ച് തന്നെ കൊടുത്തേ പറ്റൂ. അവളെ ഏത് ടാസ്ക് എടുത്തു കഴിഞ്ഞാലും ഇപ്പം തന്നെ ഒരു പവർ റൂമിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സംഭവത്തിലൊക്കെ എത്ര കിടിലമായിട്ടാണ് സംസാരിച്ചതെന്നുള്ള കാര്യം നമ്മൾ കണ്ടത്. കാര്യം ആ നാക്കാണ് അവളുടെ ഏറ്റവും വലിയൊരു ആയുധം. ഞാൻ അങ്ങനെയാണ് ആക്ച്വലി കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതിനകത്തൊരു സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മേ ബി ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. കാര്യം ജാസ്മിൻ എല്ലാവരുടെ അടുത്തും അളിയ എന്നുള്ളൊരു ആ ഒരു വൈബാണ്. പിന്നെ അവൾക്ക് ഒരു കംഫർട്ട് സ്പേസും തോന്നി ഈ പറയുന്ന ഗബ്രിയലിൻ്റെ അടുത്ത് ഒരു കംഫർട്ട് സ്പേസും തോന്നിയതിൻ്റെ പേരിൽ അവരിയ്ക്കുന്നത് സംസാരിക്കുന്നത് എടുക്കുന്നതൊക്കെയാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഈ ഷോ തുടങ്ങുമ്പം തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞ ഒരു വൃത്തിയുടെ പരിപാടിയാണ് ഈ കോമ്പയും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ ജാസ്മിൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു മുന്ന എന്ന് പറയുന്നത്. അന്ന് അവർ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഏകദേശം എൻഗേജ്മെന്റ് ഒക്കെ ആയപ്പം അത് ബ്രേക്കപ്പ് ആയി. കല്യാണം നടന്നിട്ടില്ല. എൻ്റെ അറിവിൽ ജാസ്മിൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ആൾക്കാർ പുതിയ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ കാണാനായിട്ട് ഇടയായി. അതിനകത്ത് പറയുന്നു ജാസ്മിൻ്റെ എക്സ് ഹസ്ബൻഡ് എന്നാണ് പറയണത്. കാര്യം എന്നിട്ട് അത് മാത്രമല്ല, ഈ ഹോട്ട്സ്റ്റാറിൻ്റെ ഒക്കെ താഴെ കമൻ്റ് ഒക്കെ വരുന്ന കാരണം ജാസ്മിൻ ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്തോന്നടേ ഇത്. അവള് കല്യാണം കഴിക്കാതെ അതിനും പോയിട്ട് അവളെ ഡിവോഴ്സ് ആക്കി എന്തെല്ലാം പരിപാടികളാക്കിയെന്നറിയാം. അവൾക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ടും ആ കുട്ടിക്ക് ഒരു ലൈഫുണ്ട്. അതാദ്യം ചിന്തിക്കുക. ഈ ഒരു ഷോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നല്ലതാവാനും പറ്റും, മോശമായിട്ട് തിരിച്ചിറങ്ങാനും പറ്റും. നമുക്ക് ഒരുപാട് ബാക്കിലോട്ട് എടുത്ത് ചിന്തിച്ച് നോക്കാം. സീസൺ 1, സീസൺ 2, 3 ആയാലും ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ ഇപ്പോഴും സൈബർ ബുള്ളിങ് അനുഭവിച്ച ആൾക്കാരുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജെനുവനായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ന്യൂസ് പടച്ചു വിടുന്നവന്മാരെ സത്യം പറഞ്ഞ വിവരമില്ലാത്തവന്മാരെന്നേ പറയാൻ പറ്റും. എന്തായാലും അത് നമുക്ക് കേട്ടു നോക്കാം. ജാസ്മിൻ ജാഫറിന്റെ എക്സ് ഹസ്ബൻഡായ മുന്നൊക്കെ ഇപ്പോൾ ലൈവിൽ തിരികുകയാണ്. തന്നെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നും ജാസ്മിന്റെ ഓരോ റീലും ഷോർട്സും എല്ലാം വിട്ട് തന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്നും ഇങ്ങനെ തരം താഴരുത് എന്നും ജാസ്മിന്റെ എന്തെങ്കിലും തനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ താൻ കണ്ടോളാം എന്നും നിങ്ങൾ ആരും കാണിച്ചു തരണ്ട എന്നും പറഞ്ഞ് ലൈവിൽ തിരികുകയാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളത് കേട്ടല്ലോ. ഇതൊരു യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. അപ്പം ഈ ചേച്ചി പറയുന്നത് പോലെ തന്നെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു പണ്ട്, ബ്യൂട്ടി വൈബ്സ് എന്നായിരുന്നു പേര്. അത് ഇതേപോലായിരുന്നു, ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അടിച്ചിറക്കുന്നത്. അപ്പം ഇതിനകത്ത് പറയണത് ഈ പറയുന്ന മുന്ന എന്ന് പറയുന്ന വ്യക്തി ലൈവിൽ വന്നു ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നത്. അതിന്റെ തമ്മിലൊക്കെ കാണണം നിങ്ങൾ, ഭയങ്കര കോമഡിയാണ്. പൊട്ടിത്തെറിച്ചെന്ന് എടുത്തുന്നൊക്കെയാണ് അത് കിടക്കുന്ന കാര്യങ്ങൾ. എന്താ കഴിഞ്ഞാലും ചേച്ചിക്ക് അതിനെ പറ്റിയിട്ട് നല്ല വിവരമില്ലെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഈ പറയുന്ന മുന്നയുടെയും ജാസ്മിന്റെയും കേസ്. അതിൽ എല്ലാവർക്കും അറിയാം അത് ബ്രേക്കപ്പ് ആയി. ആ ഒരു റിലേഷൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പായി. കല്യാണത്തിലോട്ട് അത് പോയില്ല. അൺഫോർച്ചുനേറ്റ്ലി അതെന്തായാലും പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കും, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മുന്ന വിട്ട വീഡിയോ എന്താണെന്ന് ശരിക്കും ഒന്ന് കണ്ടു നോക്കാം. ഹലോ, പിന്നെ നോമ്പൊക്കെ അല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഉഷാറല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നില്ലേ? അൽഹംദുലില്ലാ, ഉഷാറായിട്ട് പോകുന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ഓരോ റീൽസ് ഷെയർ ചെയ്തിട്ടും കുറേ ഓരോ ടാഗിങ്ങും അതും ഇതും
കുറേ മെസ്സേജ് വാട്സപ്പിലായിക്കോട്ടെ, കുറേ മെസ്സേജ് ഫ്രണ്ട്സ്, കുടുംബക്കാർ, അല്ലാത്തവർ, പുറമക്കാർ, കുറേ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്നോട്. കുറേ ആൾക്കാർ കുറേ റീല് എനിക്ക് വിട്ട് തരുന്നുണ്ട്. എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വേണമെങ്കിൽ മറ്റേ ഹോട്ട്സ്റ്റാർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയാം. എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ട് അതിൽ കൂടെ കണ്ടോളും. എനിക്ക് നിങ്ങളാരും ഇങ്ങനെ ഇട്ട് തന്ന് കാണിച്ചു തരണമില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല, കാണാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഏത് ഇതിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും അധികം അവോയ്ഡ് ചെയ്യലാണ് ഞാൻ. അപ്പം പുള്ളിക്കാരൻ അത് കാണാൻ താല്പര്യമില്ല. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഗബ്രി ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് മുന്നേക്ക് അയച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ നീ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെട്ടു, എടുത്തു, അതാണ് മാണയോടാന്നൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മനസ്സുഖം. കാര്യം സ്വാഭാവികമായിട്ട് ഈ ഒരു അതിനകത്ത് വേറെ കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെയൊക്കെ ആർമി ടീമുകളും ചെയ്യാം, അല്ലാതെ ഇതിനകത്ത് ഒന്നും പെടാത്ത ആൾക്കാരും ചെയ്യാം. കാര്യം നമുക്ക് ഒരിക്കലും എന്താ പറയണ്ട, ആരിതൊക്കെ ചെയ്യുന്നു എല്ലാവരെയും പോയിട്ട് നമ്മുടെ വായ അടപ്പിക്കാനായിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇതിനകത്ത് വളരെ ജെനുവിനായിട്ട് മുന്നേ പറയുന്നുണ്ട്. കാര്യം എനിക്ക് കാണണമെങ്കിൽ ഞാൻ ഹോട്ട്സ്റ്റാറൊക്കെ എടുത്ത് ഞാൻ കണ്ടോളാം, അല്ല നിങ്ങളയച്ച് എനിക്ക് ഇത്ര പോലും കഷ്ടപ്പെടണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ന്യൂസുകൾ അടിച്ചിറക്കുന്നതിന് മുന്നേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം അടിച്ചിറക്കാനായിട്ട്. എക്സ് ഹസ്ബൻഡ് ആണെന്നും മാടയാണെന്നും തേങ്ങയാണെന്നും അല്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. മീൻസ് എല്ലായിടത്തും ചെന്നിരിക്കുക, എല്ലായിടത്തും കമ്പനി അടിക്കുക, ഇതല്ല കാര്യം. ഇത് ജാസ്മിനെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതറിയൂ. പക്ഷേ ഇത് ജാസ്മിന്റെ വീഡിയോസ് കണ്ടിട്ട് ടിപ്സുകൾ, ബ്യൂട്ടി ടിപ്സുകൾ മാത്രം കാണുന്ന ആൾക്കാർക്ക് ജാസ്മിൻ എന്താണെന്ന് പേഴ്സണലി ആർക്കും അറിയാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാത്ത കാര്യം ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നവരിൽ അറിയില്ല. അപ്പൊ അവർക്ക് ഇത് കാണുമ്പോൾ മേ ബി അയ്യോ ഇതെന്തോ ഇങ്ങനെ, അതെന്താ അങ്ങനെ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് വരും. പക്ഷേ ഞാൻ അതിനകത്ത് വേറെ കുറെ കമന്റ്സുകൾ കണ്ടിരുന്നു. ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടും പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു ലവ് കോംബോയോ ലവ് ട്രാക്കോ ഒന്നും അല്ല, അതിന്റെ ആവശ്യമില്ല, അവൾ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നു എന്നാണ്. എല്ലാ റിവ്യൂസും അത് തന്നെയാണ് പറയണത്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഗെയിം പെർഫോം ആവുന്നതും എടുക്കുന്നതെന്നും. ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തോർത്ത് ഇത്രയും ദുരന്തമായിട്ടുള്ള ന്യൂസുകൾ പടച്ചുവിടാതിരിക്കുക. ഹസ്ബൻഡാണ്, മാടയാണ്, ഡിവോഴ്സ് ആയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാനില്ല. അത് ഇനി മിസ്ലീഡ് ചെയ്തിട്ട് കുറച്ച് ബിഗ് ബോസ് ഒക്കെ അല്ലേ, കുറച്ച് വ്യൂസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും കാണിക്കുന്നത് വെറും തന്തയില്ലാത്തരമായിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.